ആത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ആ പരമസത്യമാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ പോലും നമുക്ക് വിശ്വാസം വരുന്നില്ല. അത്ര കണ്ട് നമുക്ക് ദേഹോഹബുദ്ധി വളർന്നു വന്നിരിക്കുന്നു. ഈ ദേഹോഹബുദ്ധി മാച്ചു കളയുക എന്നത് അത്ര എളുപ്പമല്ല. അതിനാൽ ദേഹോഹബുദ്ധി പോവാൻ നിരന്തരമായ ആത്മോഹബുദ്ധി നമ്മളിൽ വളർത്തിയെടുക്കണം. അപ്പോൾ മാത്രമേ ആത്മോഹബുദ്ധി വളരുകയുള്ളൂ. ഞാൻ ആത്മാവാണ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് അനുഭവത്തിൽ വരാൻ കുറേ കാലത്തെ അഭ്യാസം നമുക്കനിവാര്യമാണ്. അതിനാൽ ആ അഭ്യാസത്തിന് ആ പരമസത്യം നമ്മൾ ആദ്യം അറിയണം. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവിനെ സംബന്ധിച്ച അറിവ് നമുക്ക് വേണം. എന്താണ് ദേഹമെന്നും ദേഹത്തിന് ആധാരഭൂതമായിരിക്കുന്നത് എന്താണ് എന്നും സത്തെന്താണ് അസത്തെന്താണ്, സത്യമെന്താണ് സത്യമല്ലാത്തത് എന്താണ്, ജഡമേതാണ് ചൈതന്യമേതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ചൈതന്യമായിരിക്കുന്ന ആ പരമസത്താണ് രൂപാന്തരം പ്രാപിച്ച് ഈ അസത്ത് എന്ന് പറയപ്പെടുന്നത് ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. നീരാവി ജലമായി മാറിയതുപോലെ ഒരേ നീരാവി തന്നെ ഒരു രൂപാന്തരം വന്നപ്പോഴാണ് ജലമായത്. നീരാവി നമുക്ക് കാണാൻ കഴിയില്ല, ജലം നമുക്ക് കാണാൻ കഴിയും. അതേ ജലം തന്നെ വീണ്ടും രൂപാന്തരം വന്നപ്പോഴാണ് ഐസായി മാറിയത്. ഐസായി മാറിയപ്പോൾ ജലത്തേക്കാൾ കൂടുതൽ നാശത്തിന് വിധേയമാണ്. അല്പസമയം മാത്രമേ ഐസിന് കാലദൈർഘ്യമുള്ളൂ. എന്നാൽ ജലത്തിന് അങ്ങനെയല്ല. അതിന് രൂപാന്തരമുണ്ടെങ്കിലും അത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആ ജലത്തിനും പരിണാമം വരുന്നു. നീരാവിയുടെ പ്രത്യക്ഷത്തിൽ വ്യക്തമായ സ്വരൂപമാണ് ജലം. ജലം വീണ്ടും നീരാവിയായിത്തീരുന്നു. നീരാവിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. ജലമാകുമ്പോൾ കാണാം, അതിനെ തൊട്ടറിയാം, അതിന് സ്വാദ് ആസ്വദിക്കാം. ഒരു പ്രാണൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത് ആ ജലമാണ്. ജലവും നീരാവിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഈ ജഗത് പദാർത്ഥങ്ങളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം. ഈശ്വരൻ എന്നത് അനശ്വരമായ നീരാവി പോലെയാണ്. അതിൻ്റെ ആ ഈശ്വരൻ്റെ പരിണാമമാണ്, ഘനീഭവിച്ച രൂപമാണ് ഈ ജഗത്തായി മാറിയിരിക്കുന്നത്. ആദ്യം അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ഈ ജഡപദാർത്ഥങ്ങൾ എല്ലാം തന്നെയായി. ആ ജഡപദാർത്ഥങ്ങളിൽ ആ ചൈതന്യം ഇരുന്ന് പ്രവർത്തിച്ച് അതിനെ നിലനിർത്തുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് ആ ചൈതന്യത്തിന് ഉണ്ടാവലോ നിലനിൽക്കലോ എന്ന അവസ്ഥ ഇല്ലതാനും. തന്നെ ഇതൊന്നും ബാധിക്കാതെ താൻ ഇതിനെല്ലാം സർവസാക്ഷിയായി ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിവിശേഷമാണ് ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം. നേരായി അതൊന്നുതാൻ ആനന്ദസാരം. സീമയറ്റദ്വൈത ബ്രഹ്മസ്വരൂപം. താനേ അതിൽ പൊന്തിമായുന്നു സർവം. ഈ പ്രപഞ്ചത്തിലെ സർവപദാർത്ഥങ്ങളും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിതിലൂടെ വ്യക്തമാക്കി തരുകയാണ്. താനായി എരിഞ്ഞു നിന്നേടുന്ന ആ പരമസത്യം തന്നെയാണ് താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം. നേരായി അതൊന്നുതാൻ ആനന്ദസാരം. അതിൻ്റെ സ്വഭാവം എന്താണ്? ആനന്ദമാണ്. ആനന്ദസ്വരൂപമാണ് ആത്മാവ്. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം. നേരായി അതൊന്നുതാൻ ആനന്ദരൂപം. ആനന്ദത്തിൻ്റെ സാരമായിരിക്കുന്നത് ആ ആത്മസ്വരൂപം തന്നെയാണ്.
താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, നേരായി അതൊന്നുതാൻ ആനന്ദസാരം. സീമയറ്റദ്വൈത ബ്രഹ്മസ്വരൂപം, താനെ അതിൽ പൊന്തി മായുന്നിതെല്ലാം. സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം. സീമയറ്റ എന്ന് പറഞ്ഞാൽ ആദ്യന്ത അനന്തമായ, അതിനതിർത്തികളില്ലാത്ത, ആദ്യവും അവസാനവുമില്ലാത്ത, അതാണ് സീമയറ്റ അദ്വൈത. ഏകമാണത്. നീരാവിയും വെള്ളവും വാസ്തവത്തിൽ ഒന്നല്ലേ, എന്നാൽ രണ്ടാണ് എന്ന് നമുക്ക് തോന്നപ്പെടുന്നത്. രണ്ടിനും രണ്ട് സ്വഭാവവും ഗുണങ്ങളുമാണ്. സീമയറ്റ അദ്വൈത ബ്രഹ്മസ്വരൂപം, ആ അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപവും അത് തന്നെയാണ്. താനേ അതിൽ പൊന്തിമായുന്നു സർവം. അതിൽ തന്നെത്താൻ, അതിൽ നിന്നുണ്ടാവുകയും അതിൽ നിലനിൽക്കുകയും അതിൽ തന്നെ ലയിക്കുകയും ചെയ്യും. കടലിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒരു തിര സമുദ്രത്തിൽ നിന്നും പൊന്തി വരുന്നു, അത് ജലം തന്നെയാണ്. കുറച്ച് സമയം ആ ജലത്തിൽ ആ തിര നിൽക്കുകയും പിന്നീട് അത് ജലത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്രകാരമാണ് ഈ പ്രപഞ്ച ജഗത്തിലെ സർവ്വപദാർത്ഥങ്ങളും അതിൽ നിന്നുണ്ടായി അതിൽ തന്നെയാണ് നിൽക്കുന്നത്. നാം എല്ലാവരും സർവേശ്വരനിലാണ് നിൽക്കുന്നത്. അത് നമ്മളിൽ നിന്ന് വിട്ടൊന്നുമല്ല, വേറെ അല്ലായിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത്, അവസാനം നമ്മൾ ലയിക്കുന്നതും അതിൽ തന്നെയാണ്. ഈ സത്യം എന്നാണ് നമ്മൾ ബോധിക്കേണ്ടത്. ഇത് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ബോധിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതിയായി. പക്ഷേ നാം സങ്കല്പിച്ചുണ്ടാക്കിയ ചില അജ്ഞാന ശകലങ്ങൾ നമ്മെ ഇവിടെ ഇട്ട് നട്ടം തിരിക്കുന്നു. പുനരവിജനനം, പുനരവിമരണം, അതിനുള്ള ആഗ്രഹങ്ങൾ വളർത്തുകയും അജ്ഞാനദശയിൽ ഇരുട്ടിൽ തപ്പി ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഓരോ ജീവനും ഇവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കറക്കത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നത് ഈ പരമസത്യം ബോധിക്കുമ്പോഴാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഭയപ്പെടുന്നു, ദുഃഖിക്കുന്നു. ആ ദുഃഖത്തിൽ നിന്നുള്ള ദുഃഖത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഏക പോംവഴി ഉണരൽ മാത്രമാണ്. ഉറക്കത്തിൽ അതിന് പ്രതിവിധി എന്തു ചെയ്തിട്ടും പ്രയോജനമില്ല. അപ്രകാരം ഇവിടെ നാം ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന പ്രതിവിധികളൊന്നും നമുക്ക് ശാശ്വതമായ പരിഹാരമായി തീരുന്നില്ല. എന്നാൽ സത്യത്തിലേക്ക് നാം ഉണർന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നതുമല്ല. മരിക്കുമല്ലോ എന്ന് ഭയപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഞാൻ മരിക്കുന്നേ ഇല്ല. മരണശേഷം മരണഭയം ഇല്ലാത്തതാണ്. മരിക്കുന്നതിന് മുമ്പാണ് മരണഭയം. ഇതെല്ലാം നമുക്ക് വന്നു ചേരുന്ന പരിണാമമാണ്. അതിനാൽ ആ പരമസത്യത്തെ അറിഞ്ഞാൽ ഇവിടെ ആനന്ദം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നാം സത്യത്തെ അറിയാൻ ശ്രമിക്കുക. താനായി വിളങ്ങുന്നത് ആത്മസ്വരൂപം, നേരായി അതൊന്നു താനാനന്ദസാരം. സീമത്യദ്വൈത ബ്രഹ്മസ്വരൂപം, താനേ അതിൽ പൊന്തിമായുന്നു സർവം.